everyone, Assalamu alaikum. Welcome to my channel Bake with Shinsi. അങ്ങനെ 2019 കഴിഞ്ഞ് 2020 എത്തി. 2020ലെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണിത്. അപ്പോൾ ഒരു ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടൊരു സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കാം. എല്ലാ കേക്കിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ആപ്പിൾ ചീസ് കേക്ക് സുലസി. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 2 മീഡിയം സൈസിലുള്ള ആപ്പിള് ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെക്കാം. ആ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിള് നമ്മൾ ഒരു പാന് അഥവാ ഒരു സോസ് പാനിലോട്ട് മാറ്റി കൊടുക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ പാനിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആപ്പിൾ ഇടാം. അതിനുശേഷം നമ്മൾ ഇതിലോട്ട് ഇടുന്നത് ഷുഗറാണ്. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഷുഗറും ഈ ആപ്പിളും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് ഇനി വേണ്ടത്. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് സിനമൺ പൗഡർ ആണ്. അപ്പോൾ നമ്മൾ ഈ ആപ്പിളും അതുപോലെ തന്നെ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ആപ്പിളുമായി നന്നായിട്ട് മിക്സ് ആയതിനു ശേഷമാണ് നമ്മൾ സിനമൺ പൗഡർ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വേണ്ടത് ആപ്പിളും ഷുഗറിനോടൊപ്പം തന്നെ സിനമൺ പൗഡറിൻ്റെ ഫ്ലേവറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വരണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ ഇത് മൂന്നും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആപ്പിളും സിനമൺ പൗഡറും ഷുഗറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെറ്റാൻ വരെ വെയിറ്റ് ചെയ്യും. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് ആവശ്യത്തിന് നാരങ്ങ നീരാണ്. അപ്പോൾ നമ്മുടെ സിനമൺ പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ആവശ്യത്തിനുള്ള നാരങ്ങ നീര് ഒഴിച്ചത്. ഇപ്പം നമ്മുടെ മിക്സർ നന്നായിട്ട് വെറ്റായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ആക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മോൾഡ് എടുത്തിട്ട് അലൂമിനിയം ഫോയിൽ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അലൂമിനിയം ഫോയിൽ വെച്ച് മോൾഡ് സെറ്റാക്കി അതിലേക്കാണ് പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സർ മാറ്റിയത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് നമ്മൾ ഓൾമോസ്റ്റ് ഫ്രിഡ്ജിൽ ഒരു 2 hours നമ്മളിത് വെക്കണം. അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ മോൾഡിൽ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ മിക്സർ മാറ്റിയിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ബട്ടറും അതുപോലെ തന്നെ ബിസ്ക്കറ്റും നന്നായിട്ട് മിക്സായി വന്നു. ഇനി ഞാനിത് മോൾഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. നമുക്ക് ആവശ്യമുള്ള മോൾഡ് എടുത്തിട്ട് ആ ബിസ്ക്കറ്റും നമ്മുടെ ബട്ടറിൻ്റെ മിക്സ്ചർ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക മോൾഡിലേക്ക്. നന്നായിട്ട് ഒരു ബേസാണ് നമ്മുടെ ചീസ് കേക്കിൻ്റെ ബേസാണിത്. അപ്പോൾ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക മോൾഡിലേക്ക്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യണം. ഓൾമോസ്റ്റ് ഒരു 30 minutes സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ മെയിൻ കോഴ്സ് സെറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചീസ് ക്രീമും അതുപോലെ തന്നെ ഷുഗറും അതുപോലെ തന്നെ ആവശ്യത്തിന് വാനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് നമ്മുടെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നാരങ്ങ നീരും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ നീരും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമ്മുടെ ചീസ് ക്രീം ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വാനില എസൻസും അതുപോലെ തന്നെ ഷുഗറും ചീസ് ക്രീമും നാരങ്ങ നീരും ഒക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരുന്നത് വരെ നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മുടെ ബാറ്റർ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാണ് വേണ്ടത്. വിപ്പിംഗ് ക്രീമും നമ്മുടെ ബാറ്ററും നന്നായിട്ടൊന്ന് മിക്സ് ആവണം. വിപ്പിംഗ് ക്രീം എന്ന് പറയുമ്പോൾ ഫുള്ളി വിപ്ഡ് ആവരുത്. ജസ്റ്റ് ഒരു അപ് ടു 50% മാത്രം വിപ്പ് ചെയ്തെടുത്താൽ മതി വിപ്പിംഗ് ക്രീം. അപ്പോൾ അതും നമ്മുടെ ബാറ്ററും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം.
അപ്പോൾ നമുക്ക് ചീസ് ക്രീമും അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഒരു മീഡിയം തിക്ക് ബാറ്റർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് ജലാറ്റിനും കൂടെയാണ്. അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാറ്ററും അതുപോലെ തന്നെ ജലാറ്റിനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ നമ്മളുടെ മോൾഡിലേക്ക് സെറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചീസ് കേക്കിന്റെ ബേസ് വെച്ചിരുന്നു. അതൊന്ന് സെറ്റ് ആയതിനു ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ, ചീസ് ക്രീമിന്റെ ബാറ്ററിൽ നിന്ന് കുറച്ചെടുത്തിട്ട്, മുഴുവനായിട്ട് ട്രാൻസ്ഫർ ചെയ്യരുത്, കുറച്ചെടുത്തിട്ട് മോൾഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് ഒന്ന് സെറ്റാക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ സെറ്റായി. ഇനി നമ്മൾ ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ ഒരു 30 മിനിറ്റ്സ് നമുക്ക് വെക്കാം. ഇപ്പം നമ്മുടെ ചീസ് ക്രീമും അതുപോലെ തന്നെ ആപ്പിളും നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ മോൾഡിലേക്ക് കുറച്ചും കൂടെ ക്രീം എടുത്തിട്ട് നമ്മുടെ ചീസ് ക്രീം ബാറ്റർ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നമ്മുടെ സെറ്റായിട്ടുള്ള ആപ്പിൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് മോൾഡിൽ എല്ലായിടത്തുനിന്ന് നമ്മുടെ ബാറ്റർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ സെറ്റായിട്ടുള്ള ചീസ് ക്രീം ബാറ്ററിലോട്ട് നമ്മൾ സെറ്റായി വെച്ചിട്ടുള്ള ആപ്പിളും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒന്ന് കൊടുക്കുക. അത് നമ്മുടെ ബാറ്ററിൽ ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ബാക്കി മാറ്റി വെച്ചിട്ടുള്ള ചീസ് ക്രീം ബാറ്ററും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ സെറ്റായി. ഇനി ഇത് 2 മണിക്കൂറിന് ചില്ല് ചെയ്യാൻ വെക്കണം. ഇനി നമ്മളുടെ ചീസ് കേക്കിന്റെ മുകളിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. നമുക്കതിന് വേണ്ടിയത് ഒരു ഫ്ലേവേർഡ് ഡ്രിങ്ക് ആണ്. ഞാനിവിടെ ആപ്പിളിന്റെ ഡിലൈറ്റിന്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ആപ്പിൾ ഡിലൈറ്റ് ജ്യൂസാണ്. അതിലേക്ക് ആവശ്യത്തിന് ഷുഗറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഡ്രിങ്കിലോട്ട് നമ്മൾ ആവശ്യത്തിന് ജലാറ്റിനും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഡ്രിങ്കും ജലാറ്റിനും അതുപോലെ തന്നെ ഷുഗറും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ 2
മണിക്കൂർ ചില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ചീസ് കേക്ക് സെറ്റായി. ഇനി ഞാനിത് ആപ്പിൾ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാണ്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ജ്യൂസിന്റെ മിക്സ് ആണ്. അതും കൂടെ ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതൊന്ന് ഫൈനലി സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 2 മണിക്കൂർ ഒന്ന് ചില്ല് ചെയ്യാം. അങ്ങനെ 2 മണിക്കൂർ ചില്ല് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്പിൾ ചീസ് കേക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് ഒന്ന് സെർവ് ചെയ്തെടുക്കാം.